ബാല്യകാല സഖി ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ലാളിത്യം തുളുമ്പുന്ന ഒരു പ്രണയകഥ. മുസ്ലിം സമുദായത്തിന്റെ പശ്ചാത്തലത്തിൽ വികസിക്കുന്ന മജീദ്, സുഹ്റ എന്നീ കളിക്കൂട്ടുകാർ തമ്മിലുള്ള എന്നാൽ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ഒരു തീവ്ര പ്രണയത്തിന്റെ കഥയാണിത്. സുഹ്റ, എന്താ മജീദ്, നീ മൂളാത്തതെന്താ? ഞാൻ മൂളുന്നുണ്ട്, പിന്നെ ചെറുക്കൻ എന്തിനാ എന്നെ നീന്ന് വിളിക്കണേ? ഞാൻ ഇനിയും മാന്തു. സുഹ്റ, എന്തിനാ എന്നെ മാന്തിയത്? ചെറുക്കൻ എന്നെ നീന്ന് വിളിച്ചതോ? എപ്പോഴ്? ഞാൻ വിളിച്ചില്ല. സുഹ്റ കിനാവ് കണ്ടതായിരിക്കും. ചെറുക്ക പിന്നെ മാളിയ. സുഹ്റ മൂളുന്നുണ്ട്? ഞാൻ മൂളുന്നുണ്ട്. പിന്നെന്തല്ലോ, പൊന്മാളിക കുന്നിന്റെ മുകളിലാ. അപ്പൊ പൊന്മാളിക്ക് എത്ര പൊക്കം കാണും? ഒത്തിരി. വാഴയോളം? വായോളം. തെങ്ങോളം? തെങ്ങോളം. മാനത്തോളം? അതെ, പൊന്മാളികക്ക് മാനത്തോളം ഉയരം കാണും. അവിടെ ചെറുക്കൻ ഒറ്റയ്ക്കാണോ താമസിക്കാൻ പോണേ? അല്ല, ഞാനും ഒരു രാജകുമാരി. ഏതാ ആ പെണ്ണ്? അതൊക്കെ ഉണ്ട്. ആ രാജകുമാരനെ കൊണ്ട് എടുപ്പീര്. എടുത്തിട്ട് ബാ പെണ്ണെ. ഞാൻ വരുന്നില്ല ചെറുക്കന്റെ കൂട്ടത്തിൽ. ആ രാജകുമാരനെ കൊണ്ട് എടുപ്പീര്. സുഹ്റയാണ് എന്റെ രാജകുമാരി. ഒന്ന് പോ ചെറുക്ക. ഉമ്മാണ്. വീട് ചെറുക്ക, എന്നാലും എന്റെ നഖം കണ്ടിക്കണ്ട. പിന്നെ ചെറുക്കൻ പലതും പറയുമ്പോ എനിക്ക് പിച്ചണം. സുഹ്റ എന്നെ പിച്ചുമോ? ആ പിച്ചും, എപ്പോഴും പിച്ചും. രാജകുമാരികൾ പിച്ചാൻ പാടില്ല. ഉമ്മാണ്? ഉമ്മാണ്. എന്നാ കണ്ടിച്ചു കളാ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോ